ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ഇംഗ്ലീഷ് നോവലായിട്ടുള്ള ഡാവിഞ്ചി കോഡിനെ കുറിച്ചുള്ളതാണ്. ഏറെ വിവാദങ്ങൾക്ക് കേന്ദ്രമായിട്ടുള്ള ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിന്റെ ഓതർ എന്ന് പറയുന്നത് ഡാൻ ബ്രൗൺ ആണ്. ഇതിന്റെ മലയാളം പരിഭാഷാ പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നും 40 ഭാഷകളിലേറെയായി മൊഴിമാറ്റം ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊന്നും കൂടിയാണ് ഡാവിഞ്ചി കോഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇത് പിന്നീട് ഒരു സിനിമയായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. 2003 ഈ നോവല് പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകത്തിൽ ക്രിസ്തീയ വിരുദ്ധത ഉണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈ പുസ്തകത്തിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പുസ്തകം ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടു പോവുകയും ഏറ്റവും അധികം പോപ്പുലാരിറ്റി നേടുകയും ചെയ്തു. അങ്ങനെ ഡാൻ ബ്രൗൺ എഴുതിയ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകം ലോകമെമ്പാടുമുള്ള വായനക്കാരെ നേടുകയും ചെയ്തു. പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ രഹസ്യം ചുരുൾ നിവർത്താൻ ശ്രമിക്കുന്ന റോബർട്ട് ലാങ്ടൺ എന്ന ചിഹ്ന ശാസ്ത്രജ്ഞനാണ് നായകൻ. ഡാവിഞ്ചിയുടെ വിട്രൂവിയൻ മനുഷ്യന്റെ ആകൃതിയിൽ കിടക്കുന്ന മൃതശരീരത്തിൽ നിന്നും തുടങ്ങുന്ന അന്വേഷണം നായകനെയും നായികയും കൊണ്ടെത്തിക്കുന്നത് ക്രിസ്തുവിന്റെ കാലത്തോളം ചെന്നെത്തുന്ന ഒരു രഹസ്യത്തിലാണ്. ഡാവിഞ്ചിയുടെ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സൂചനകൾ കണ്ട് ഇരുവരും അമ്പരക്കുന്നു. ഈ പുസ്തകത്തിലെ കലാസൃഷ്ടികൾ, വാസ്തുവിദ്യാ രേഖകൾ, രഹസ്യാചാരങ്ങൾ ഏതാണ്ട് എല്ലാം കൃത്യമായിട്ടുള്ളവയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഡാൻ ബ്രൗൺ രചിച്ച നോവലുകളിലെ കേന്ദ്ര കഥാപാത്രമാണ് പ്രൊഫസർ റോബർട്ട് ലാങ്ടൺ. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ മതപരമായ ചിത്രങ്ങളുടെയും ചിഹ്നങ്ങളുടെയും പ്രൊഫസറാണ് പ്രൊഫസർ റോബർട്ട് ലാങ്ടൺ. എന്തുകൊണ്ടും വായനക്കാർക്ക് അവിസ്മരണീയമായ വായനാനുഭവം നൽകുന്ന ഒരു നോവൽ കൂടിയാണിത്. 472 പേജും 400 മുകളിലുമായിട്ടാണ് ഈ ഒരു പുസ്തകത്തിന്റെ വില വരുന്നത്. എല്ലാവരും മാക്സിമം ഈ ഒരു പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.